നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി എപ്പോഴാണ് പച്ചമണ്ണിലൂടെയോ പുല്ലിലൂടെയോ നഗ്നപാതനായി നടന്നത് എന്നോർമ്മയുണ്ടോ? രാവിലെയോ വൈകുന്നേരമോ ആവട്ടെ, പാദരക്ഷകളൊന്നുമില്ലാതെ ഭൂമിയെ നേരിട്ട് തൊട്ടുകൊണ്ട് നടന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? മിക്കവാറും ആളുകളുടെ ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം നാം ഇന്ന് ജീവിക്കുന്നത് പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ലോകത്താണ്. വീടിനുള്ളിൽ ടൈലുകൾ അല്ലെങ്കിൽ മാർബിൾ, പുറത്തിറങ്ങിയാൽ ടാർ ചെയ്ത റോഡുകൾ, കാലിൽ എപ്പോഴും റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ. നമ്മൾ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈയൊരൊറ്റപ്പെടൽ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നൂറ്റാണ്ട് മുൻപുള്ള നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അവർക്ക് ഇന്നത്തെ പോലെ വില കൂടിയ ആശുപത്രികളോ അത്യാധുനിക വൈദ്യശാസ്ത്രമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ നമ്മളെക്കാൾ ആരോഗ്യത്തോടെയും ഊർജ്ജത്തോടെയും ജീവിച്ചു. അവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ വലുതായിരുന്നു. ഹൃദ്രോഗം, പ്രമേഹം, അമിതമായ മാനസിക സമ്മർദ്ദം, സന്ധിവേദന തുടങ്ങിയ ആധുനിക കാലത്തെ ജീവിതശൈലീ രോഗങ്ങൾ അവർക്ക് അപരിചിതമായിരുന്നു. എന്തായിരുന്നു അവരുടെ ആ വലിയ ആരോഗ്യത്തിന്റെ രഹസ്യം? ആ രഹസ്യം മറ്റൊന്നുമല്ല, അവർ പ്രകൃതിയോട് ചേർന്നു നിന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, അവർ ഭൂമിയോട് നേരിട്ട് സ്പർശിച്ച് ജീവിച്ചു. അവർ മണ്ണിൽ പണിയെടുത്തു, ചെരിപ്പില്ലാതെ കാതങ്ങളോളം നടന്നു. ഭൂമിയുമായുള്ള ആ നിരന്തരമായ സമ്പർക്കം അവരുടെ ശരീരത്തിന് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. കാലക്രമേണ നാം ആ ശീലം ഉപേക്ഷിച്ചു. നമ്മുടെ പാദങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ റബ്ബറിന്റെ ഒരു മതിൽ നാം പണിതു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ നഷ്ടപ്പെട്ട ബന്ധം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചാണ്. വെറും 10 മിനിറ്റ്, അതെ, നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും വെറും 10 മിനിറ്റ് മാറ്റിവെച്ച് നഗ്നപാതനായി മണ്ണിലൂടെ നടന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ശാസ്ത്രീയ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നാളെ രാവിലെ മുതൽ നിങ്ങളും ആ പച്ചമണ്ണിലൂടെ നടക്കാൻ തുടങ്ങുമെന്നത് ഉറപ്പാണ്. ഭൂമി എന്ന് പറയുന്നത് വലിയൊരു കാന്തമാണ്, അല്ലെങ്കിൽ അതിലും വലിയൊരു ബാറ്ററിയാണ് എന്ന് പറയാം. ഭൂമിയുടെ ഉപരിതലത്തിൽ എണ്ണമറ്റ സ്വതന്ത്ര ഇലക്ട്രോണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. നമ്മുടെ മനുഷ്യശരീരം പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായ വൈദ്യുതിയിലൂടെയാണ്. നമ്മുടെ തലച്ചോറും ഹൃദയവും നാഡീവ്യൂഹവുമെല്ലാം വൈദ്യുത തരംഗങ്ങളിലൂടെയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. എന്നാൽ ആധുനിക കാലത്തെ നമ്മുടെ ജീവിതരീതി, അതായത് മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഉപയോഗം, മോശം ഭക്ഷണക്രമം, അന്തരീക്ഷ മലിനീകരണം, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം കാരണം നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ എന്നറിയപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള തന്മാത്രകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കലുകളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുകയും പ്രായമാകൽ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നത്. ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ വീക്കങ്ങൾക്കും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾക്കും പ്രധാന കാരണം ഈ ഫ്രീ റാഡിക്കലുകളുടെ ആധിക്യമാണ്. നാം നഗ്നപാതരായി മണ്ണിൽ ചവിട്ടുമ്പോൾ ഭൂമിയിലുള്ള കോടിക്കണക്കിന് നെഗറ്റീവ് ഇലക്ട്രോണുകൾ നമ്മുടെ പാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ഈ ഇലക്ട്രോണുകൾ ശരീരത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. ഈ പ്രക്രിയയെ ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ടിംഗ് അല്ലെങ്കിൽ എർത്തിംഗ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പൂർണ്ണമായും തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണ്. ഈ വിഷയത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി പറയട്ടെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. നഗ്നപാതനായി മണ്ണിൽ നടക്കാൻ തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങും. ആദ്യമായി മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തിലാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അഥവാ നമ്മെ എപ്പോഴും പിരിമുറുക്കത്തിൽ നിർത്തുന്ന നാഡീവ്യൂഹം ശാന്തമാകാൻ തുടങ്ങും. പകരം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണരുകയും ശരീരം പൂർണ്ണമായ വിശ്രമത്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ അമിതമായ ഉത്കണ്ഠ, ദേഷ്യം, ഭയം എന്നിവയെല്ലാം പതുക്കെ അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. മനസ്സിന് വല്ലാത്തൊരു തെളിമ കൈവരും. രണ്ടാമതായി സംഭവിക്കുന്ന വലിയ മാറ്റം നമ്മുടെ രക്തത്തിലാണ്. ഇന്നത്തെ കാലത്ത് പലരുടെയും രക്തം കട്ടികൂടിയ അവസ്ഥയിലാണ്. ഇത് ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും കാരണമാകുന്നു. എന്നാൽ മണ്ണിലൂടെ നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ ഒരു നെഗറ്റീവ് ചാർജ് സൃഷ്ടിക്കുന്നു. സമാനമായ ചാർജുകൾ പരസ്പരം വികർഷിക്കും എന്ന ശാസ്ത്രതത്വം ഇവിടെ പ്രവർത്തിക്കുന്നു. അതായത് രക്തകോശങ്ങൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ അകന്നു നിൽക്കാൻ തുടങ്ങുന്നു. ഇത് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്തയോട്ടം സുഗമമാക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം നോർമലാകുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഈ 10 മിനിറ്റ് നടത്തം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വേദനകൾ ഇല്ലാതാക്കാൻ ഇതിലും മികച്ച മറ്റൊരു പ്രകൃതിദത്തമായ മാർഗമില്ല. സന്ധിവേദന, നടുവേദന, പേശിവേദന എന്നിവ അനുഭവിക്കുന്നവർ ദിവസവും കുറച്ചുനേരം മണ്ണിലൂടെ നടക്കുന്നത് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ശരീരത്തിലെ വീക്കങ്ങൾ അഥവാ ഇൻഫ്ലമേഷൻ കുറയുന്നതാണ് ഇതിന് കാരണം.
ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഇലക്ട്രോണുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്ന ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു. മരുന്നുകൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത പല വിട്ടുമാറാത്ത വേദനകളും കേവലം ഗ്രൗണ്ടിംഗ് വഴി മാറിയതായി നിരവധി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി ഉറക്കത്തിന്റെ കാര്യത്തിലേക്ക് വരാം. രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാത്തത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. ഉറക്കമില്ലായ്മ പലവിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. പകൽ വെളിച്ചത്തിൽ നടക്കുകയും പ്രത്യേകിച്ച് നഗ്നപാതനായി ഭൂമിയുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സർക്കാഡിയൻ റിഥം അഥവാ ജൈവഘടികാരം കൃത്യമാകുന്നു. ഇത് രാത്രിയിൽ ആവശ്യത്തിന് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. ദിവസവും 10 മിനിറ്റ് മണ്ണിലൂടെ നടന്നാൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം 10 മടങ്ങ് വർദ്ധിക്കുന്നത് കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം അനുഭവപ്പെടും. നമ്മുടെ പാദങ്ങൾ വെറും ശരീരഭാഗങ്ങൾ മാത്രമല്ല. പുരാതനമായ റിഫ്ലെക്സോളജി ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന നാഡീഞരമ്പുകളുടെ അറ്റങ്ങൾ നമ്മുടെ പാദങ്ങളിലാണുള്ളത് എന്നാണ്. കണ്ണ്, ചെവി, ഹൃദയം, കരൾ, വൃക്കകൾ തുടങ്ങി എല്ലാ അവയവങ്ങൾക്കും പാദങ്ങളിൽ ഓരോ പ്രഷർ പോയിന്റുകളുണ്ട്. നാം ചെരുപ്പില്ലാതെ കല്ലും മുള്ളും മണ്ണും നിറഞ്ഞ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ ഈ പ്രഷർ പോയിന്റുകളിൽ സ്വാഭാവികമായ രീതിയിൽ മർദ്ദമേൽക്കുന്നു. ഇത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഉത്തേജിപ്പിക്കുകയും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. ഒരു അക്യുപങ്ചർ ചികിത്സയ്ക്ക് സമാനമായ ഫലമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഭാരതത്തിലെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ചാണക്യന്റെ ജീവിത വീക്ഷണങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ചാണക്യൻ എപ്പോഴും ഊന്നൽ നൽകിയിരുന്നത് അതിശക്തമായ ഒരു മനസ്സിനും ആരോഗ്യകരമായ ഒരു ശരീരത്തിനുമാണ്. ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ ഒരിക്കലും ശക്തമായ ഒരു ബുദ്ധി നിലനിൽക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം ചാണക്യനീതിയിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കുക, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുക എന്നിവയെല്ലാം ഒരു നല്ല ഭരണാധികാരിക്കും ബുദ്ധിമാനും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. ഭൂമിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സ്ഥിരതയും ഏകാഗ്രതയും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. ശരിയായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മനുഷ്യന് ലഭിക്കുന്നത് അവന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കുമ്പോഴാണ്. ഗ്രൗണ്ടിംഗ് അഥവാ മണ്ണിലൂടെയുള്ള നടത്തം നൽകുന്നതും ഈ ഒരു മാനസിക വ്യക്തത തന്നെയാണ്. ചാണക്യന്റെ കാലത്തെ ആളുകൾ ഭൂമിയെ ഒരു അമ്മയായി കണ്ടു ബഹുമാനിച്ചിരുന്നു. അവർ പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ചു. അതുകൊണ്ടുതന്നെ അവരുടെ ബുദ്ധിശക്തിയും കാര്യഗ്രഹണശേഷിയും ഇന്നത്തെ മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അമ്പലങ്ങളിൽ പോകുമ്പോഴും പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോഴും ചെരുപ്പ് പുറത്തുവെക്കണം എന്ന് പറയുന്നതിന് പിന്നിലും ഈ ഒരു ശാസ്ത്രമുണ്ട്. ആത്മീയമായ ഊർജം ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം അത്യാവശ്യമാണ്. അമ്പലങ്ങളിലെ മണൽ വിരിച്ച മുറ്റത്തൂടെ നഗ്നപാതരായി നടക്കുമ്പോൾ ശരീരത്തിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. അത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ പൂർവികർ ഉണ്ടാക്കിവെച്ച കൃത്യമായ ഒരു ശാസ്ത്രീയ രീതി കൂടിയാണ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഗ്രൗണ്ടിംഗ് ചെയ്യേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കണം. എല്ലാ പ്രതലങ്ങളും ഇതിന് അനുയോജ്യമല്ല. വീടിനുള്ളിലെ ടൈൽ, വുഡൻ ഫ്ലോർ, ടാർ ചെയ്ത റോഡ് എന്നിവയിലൂടെ നടന്നാൽ ഈ ഫലം ലഭിക്കില്ല. കാരണം ഇവയൊന്നും വൈദ്യുതി കടത്തിവിടുന്നവയല്ല. ഏറ്റവും നല്ലത് രാവിലെ മഞ്ഞുവീണ് കിടക്കുന്ന പുൽത്തകിടിയിലൂടെ നടക്കുന്നതാണ്. വെള്ളം വളരെ പെട്ടെന്ന് വൈദ്യുതി കടത്തിവിടുന്നതുകൊണ്ട് നനഞ്ഞ പുല്ലിലൂടെയോ മണ്ണിലൂടെയോ നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കും. കടൽ തീരത്തെ നനഞ്ഞ മണലിലൂടെ നടക്കുന്നതും അതിവിശേഷമാണ്. കടൽ വെള്ളത്തിലെ ഉപ്പും മണലും ചേരുമ്പോൾ അതൊരു മികച്ച കണ്ടക്ടറായി മാറുന്നു. അതുപോലെ തന്നെ സാധാരണ പച്ചമണ്ണിലൂടെയോ ചെളിയിലൂടെയോ നടക്കുന്നതും മികച്ച ഫലം നൽകും. ദിവസവും കുറഞ്ഞത് 10 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും ഇതിനായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. അതിരാവിലെ ഇളം വെയിൽ കൊണ്ടുകൊണ്ട് മണ്ണിലൂടെ നടക്കുന്നത് ശരീരത്തിന് വിറ്റാമിൻ ഡിയും ഒപ്പം ഭൂമിയിൽ നിന്നുള്ള ഊർജവും ഒരുമിച്ച് ലഭിക്കാൻ സഹായിക്കും. തുടക്കത്തിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ കാലിൽ ചെറിയ വേദനയോ ബുദ്ധിമുട്ടുകളോ തോന്നിയേക്കാം. കാരണം വർഷങ്ങളായി മൃദുലമായ ചെരുപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ പാദങ്ങൾ വളരെ ലോലമായി മാറിയിട്ടുണ്ടാകും. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ പാദങ്ങൾ അതിനോട് പൊരുത്തപ്പെടുകയും ഈ നടത്തം നിങ്ങൾ വളരെയധികം ആസ്വദിക്കാൻ തുടങ്ങുകയും ചെയ്യും. പ്രമേഹ രോഗികൾ കാലിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിതമായ കല്ലും മുള്ളുമില്ലാത്ത മണ്ണിലോ പുല്ലിലോ മാത്രം നടക്കാൻ അവർ ശ്രദ്ധിക്കണം. ആധുനിക മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രകൃതിയിൽ നിന്നുള്ള ഈ അകൽച്ചയാണ്. നാം എത്രത്തോളം കൃത്രിമമായ ചുറ്റുപാടുകളിലേക്ക് മാറുന്നുവോ അത്രത്തോളം രോഗങ്ങളും നമ്മെ തേടിയെത്തും. വില കൂടിയ വിറ്റാമിൻ ഗുളികകൾക്കും സപ്ലിമെന്റുകൾക്കും പുറകെ പോകുന്നതിന് മുൻപ് പൂർണ്ണമായും സൗജന്യമായി പ്രകൃതി നമുക്ക് നൽകുന്ന ഈ മഹാമരുന്നിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഭൂമി കേവലം നമ്മെ താങ്ങി നിർത്തുന്ന ഒരു പ്രതലം മാത്രമല്ല, മറിച്ച് നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന വലിയൊരു ഊർജ്ജസ്രോതസ്സാണ്.
ആ സ്രോതസ്സിൽ നിന്നും നമുക്കാവശ്യമുള്ള ഊർജ്ജം വലിച്ചെടുക്കാൻ വെറും 10 മിനിറ്റ് നഗ്നപാതരായി നടന്നാൽ മാത്രം മതി. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും എന്നത് തീർച്ചയാണ്. ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ശരീരത്തിനു വേണ്ടി, സ്വന്തം മനസ്സിനു വേണ്ടി ഈ ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് കേവലം ഒരു കാൽപ്പനികമായ ആശയമല്ല, അതൊരു ജീവൻരക്ഷാ ഉപാധിയാണ്. പണ്ട് ചാണക്യൻ പറഞ്ഞതുപോലെ, പ്രകൃതിയുടെ നിയമങ്ങളെ അനുസരിക്കുന്നവൻ എപ്പോഴും വിജയിക്കുന്നു. ഭൂമിയുമായി വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്നത്തെ ഈ ദിവസം തന്നെ ഒരു തുടക്കമാകട്ടെ. അടുത്ത തവണ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സുരക്ഷിതമായ ഒരു ഇടം കണ്ടാൽ ആ ചെരിപ്പുകൾ അഴിച്ചുമാറ്റി സ്വന്തം പാദങ്ങളെ ആ മണ്ണിലേക്ക് ഒന്നമർത്തിവെക്കുക. ആ ഊർജ്ജം നിങ്ങളിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.